മാങ്ങയുടെ ചക്കയുടെ സീസണൊക്കെ ആയി എല്ലാ വീട്ടിലും അത് തന്നെയായിരിക്കും. ഞാൻ ചനച്ച മാങ്ങ പിള്ളേർക്ക് വേണ്ടി ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് തിന്നാനായിട്ട് അവർക്ക് സെറ്റാക്കി കൊടുത്ത് ഞാൻ വെറുതെ ഇരുന്ന് പറക്കി തിന്നാം. അതിൻ്റെ ഇടയിൽ മോൻ പഴംപൊരി ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ യുദ്ധം വെട്ടാ. അങ്ങനെ വേഗം അടുക്കളയിൽ പോയി പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത്. മുടക്ക് ദിവസമായിരുന്നു പിള്ളേർ വീട്ടിലുണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഭയങ്കര വിശപ്പാണ്. പിള്ളേർക്ക് ചോറ് ഇഷ്ടമല്ല. വേറെ എന്തെങ്കിലും കള്ളപ്പലഹാരം എന്തെങ്കിലും വീട്ടിലുണ്ടാക്കണതോ അല്ലെങ്കിൽ വാങ്ങിക്കണം പുറത്തുനിന്ന് വാങ്ങിക്കണതോ അങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ വേഗം പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മാവ് സെറ്റാക്കി വേഗം പഴംപൊരി ഉണ്ടാക്കാൻ അടുക്കളയിൽ വന്ന് പഴംപൊരി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. പിള്ളേരൊക്കെ അടുക്കളയിൽ അങ്ങനെ പൂച്ച മീൻ കൊണ്ടിരുമ്പോൾ പൂച്ച അങ്ങനെ ചുറ്റുവട്ടത്ത് നമ്മൾ ചുറ്റിമാറി ഇങ്ങനെ നടക്കില്ല. അതേപോലെയാണ് പലഹാരം ഉണ്ടാക്കാൻ നിന്നാൽ പിള്ളേർ ചുറ്റുവട്ടത്തുനിന്ന് മാറില്ല. അങ്ങനെ വേഗം വേഗം പഴംപൊരി ഉണ്ടാക്കി. ആദ്യത്തെ പഴംപൊരി 3 പേർക്ക് ഓരോ പാത്രത്തിലിട്ട് വേഗം കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിടുന്താ കണ്ടുള്ളൂ കാസ്ട്രോൾ. നമ്മൾ ഉണ്ടാക്കിയിടാ അവരെടുത്തുകൊണ്ട് പോയി തിന്നാം, നമ്മൾ ഉണ്ടാക്കിയിടാ അവരെടുത്തുകൊണ്ട് പോയി തിന്നാം. ടി വിയും വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ നല്ല നേരം പോക്കുള്ളൂ. ടി വിയും കണ്ട് ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കാമല്ലോ. അങ്ങനെ ഏറ്റവും അവസാനം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരെണ്ണം തിന്നാനായിട്ട് എടുത്തു. പുറത്ത് നോക്കിയപ്പോൾ നല്ല ചൂടാറിണ്ടായിരുന്നു. അങ്ങനെ വിചാരിച്ച് കടിച്ചതാണ്. പക്ഷേ ഉള്ളിൽ നല്ല ചൂടായിരുന്നു. വായൊന്ന് പൊള്ളി. പക്ഷെ കുഴപ്പമില്ല. അങ്ങനെ 2-3 പഴംപൊരി ഞാനിരുന്ന് സമാധാനമായിട്ട് തിന്നു. അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ വായ പൊള്ളിയത് കണ്ട് അവന് നല്ല സന്തോഷമായി, നല്ല മനസ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവരിന്ന് ചിരിക്കുക. അപ്പോൾ അത്രയുള്ള ബായ്.